ചിലപ്പം പറയും, ചില പാർട്ടി ചില ആളുകളുണ്ട് വന്നു കഴിഞ്ഞാൽ വിശുദ്ധ ജീവിതം. നമ്മൾ മനുഷ്യരല്ലയോ? നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിക്കാൻ പറ്റുമോ? ആരുണ്ട് ജീവിച്ചോര്? അല്ലേ? അത് ഒത്തിരി കേൾക്കുന്നതാണ്. ഇപ്പം യേശു പറഞ്ഞ പോലെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അത് നടക്കുന്ന കാര്യമൊന്നുമല്ലെന്ന് ചിലർ പറയുന്നത്. എന്തിനാ കർത്താവ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായമൊക്കെ പറഞ്ഞാന്നറിയാമോ? നിന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് കാണിക്കാനാണ്. നീ ജീവിക്കാനൊന്നുമല്ല, നിന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് കാണിക്കാൻ വേണ്ടി അത് എഴുതിയെന്നൊക്കെ പറയുന്ന പാർട്ടികളുണ്ട്. നിങ്ങളും ചിലപ്പോൾ കേട്ടതാണ്. സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതിനാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായം വായിക്കാനുള്ള ശക്തി ഒന്നും മാനുഷികമായിട്ട് എനിക്കുമില്ല. പക്ഷേ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകിയിരിക്കുന്നു. ആകയാൽ തുച്ഛീകരിക്കുന്നു those who disregard this. വിശുദ്ധ ജീവിതത്തെ തുച്ഛീകരിക്കുന്നു. ഇതൊന്നും നീ ജീവിക്കാൻ വേണ്ടിയൊന്നും അല്ലടാ, നിന്നെ കൊണ്ട് ഇതൊന്നും ജീവിക്കാൻ കഴിയത്തില്ലെന്ന് കാണിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നില്ല കർത്താവ് അങ്ങനെ ഒരു കർത്താവിനെയൊന്നും അല്ല ഞാൻ സേവിക്കുന്നത്. നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടി കുറേയേറെ നിയമം തന്നതൊന്നുമല്ല കർത്താവ് അത് തന്നെങ്കിൽ മാനുഷികമായി നിനക്ക് കഴിയില്ലെങ്കിൽ അതിനാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. എന്തിനാ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്? ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ നമ്മളെ ശക്തീകരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നമ്മളൊക്കെ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് കൽപ്പന കാക്കണമെന്ന് ആഗ്രഹമുള്ളവരുമാണ്. ഇല്ലാത്തവരൊക്കെ കാണുമായിരിക്കും, പക്ഷേ കൽപ്പന കാക്കണം നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്നു, ഇല്ലേ? മാനുഷികമായി ചിലപ്പോൾ നമുക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ സമ്പൂർണ്ണമായിട്ട് അനുസരിക്കാൻ കഴിയാതെ പോകുന്ന മാനുഷിക ബലഹീനത നമുക്കുണ്ട്. പക്ഷേ അതുകൊണ്ട് അത് സാരമില്ല എന്ന് കർത്താവ് പറയല. നിനക്കാകുന്ന അത്രയൊക്കെ ആട്ടെ എന്നും പറയത്തില്ല. അങ്ങനെ കഴിഞ്ഞിട്ട് പറയുന്നത്, ഇതൊന്നും നമ്മളെ കൊണ്ടൊന്നും അനുസരിക്കാൻ പറ്റില്ല, പിന്നെ നമ്മളാലാവോളം എന്തെങ്കിലുമൊക്കെ. അങ്ങനെയൊന്നുമല്ല. കർത്താവ് ഒരു കൽപ്പന തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡാണ്, അത് നമ്മൾ ജീവിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. നമുക്കതിന് ശക്തി ഇല്ലെങ്കിൽ അതിനാണ് പരിശുദ്ധാത്മാവിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ്, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ആൻഡ് ഐ വിൽ ആസ്ക് ദ ഫാദർ ദാറ്റ് he may give you another counselor to be with you forever. അതിനാ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. എന്തിന്? അവൻ്റെ കൽപ്പനകളെ കാക്കുവാൻ, ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ നമുക്ക് ശക്തി പകരേണ്ടതിന് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്തിനാ തന്നിരിക്കുന്നത്? എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ കൂടെ വസിക്കുവാനും നമ്മളുടെ ഉള്ളിലിരിക്കാനുമാണ്. കൂടെ നടക്കാനും ഉള്ളിലിരിക്കാനും. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കൂടെ നടക്കുകയും ആ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ കയറ്റി ഇരുത്തുകയും ചെയ്യുമ്പോഴാണ് ആത്മശക്തിയാൽ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയുന്നത്. ആത്മശക്തിയാൽ ഈ ദൈവിക തൃത്വം തന്നെ നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുമെന്ന നമ്മൾ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 14-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഓൾറെഡി പരിശുദ്ധാത്മാവകത്തുണ്ട്. കർത്താവ് പറയാണ്, ഞാനും പിതാവും കൂടെ വരും, എന്നിട്ട് ഞങ്ങളും കൂടെ കയറിയിരിക്കുമെന്ന്. അതായത് നമ്മളിൽ പരിശുദ്ധ തൃത്വം വന്ന് കയറിയിരിക്കുകയാണ്, നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്ന ദൈവിക തൃത്വം. അങ്ങനെയുള്ളവന് മാത്രമേ, അതായത് ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ മാത്രമേ നമുക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. അതിന് സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്.
പരിശുദ്ധാത്മാവാണ്. പിതാവ് അവനെ സ്നേഹിക്കും. പരിശുദ്ധാത്മാവ് ഓൾറെഡി ഉള്ളിലുണ്ട്. പിന്നെ പിതാവും പുത്രനും കൂടെ വന്ന് ദൈവിക തൃത്വം എന്നിൽ വസിക്കും. അങ്ങനെ ദൈവിക തൃത്വം എന്നിൽ വസിക്കുന്നുവെങ്കിൽ ഞാൻ സ്വാഭാവികമായി വിശുദ്ധിയിൽ ജീവിക്കും. അപ്പോൾ പിന്നെ എനിക്ക് മറ്റ് ലൈഫ് പറ്റില്ല. ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് കർത്താവ് എന്നെ നയിക്കുന്ന അവസ്ഥ. വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളോടുള്ള വേർപാടാണ്. പിന്നീട് ലോകത്തെ ഞാൻ ഉള്ളിൽ കയറ്റുകയില്ല. വേർപാട് സൂക്ഷിക്കുന്നതായ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേർപാട് സൂക്ഷിക്കുന്നതായ ഒരു അനുഭവം. 2 കൊരിന്ത്യരുടെ ലേഖനം അതിൻ്റെ 7-ാമത്തെ അധ്യായം, അവിടെ നമ്മൾ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ കാണുന്നത്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെളിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ സൂക്ഷിച്ചു കൊള്ളുക. ദൈവഭയത്തിൽ വിശുദ്ധിയെ സൂക്ഷിച്ചു കൊള്ളുക. അതായത് ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നു. അതായത് എപ്പോഴും ആ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ അറിയണം. അങ്ങനെയെങ്കിൽ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് 6-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടിരിപ്പീനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട്, അതായത് കർത്താവ് എന്ത് ചെയ്യുന്നു? നമ്മളെ അവൻ്റെ പുത്രന്മാരും പുത്രിമാരും ആക്കിയിരിക്കുകയാണ്. ഒരു പിതൃപുത്ര ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ ആ പിതൃപുത്ര ബന്ധത്തിലേക്ക് വന്നാൽ, എൻ്റെ അപ്പനായി ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നമ്മളെ തന്നെ വെടിപ്പാക്കുന്ന അവസ്ഥ. അപ്പം അതൊരു പ്രവൃത്തി ഉണ്ട്. പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ആയിക്കോളുമെന്നല്ല പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അത് കുഴപ്പമില്ല, യേശു ഓൾറെഡി ജീവിച്ചിട്ടുണ്ട്, യേശുവിൻ്റെ ജീവിതം നിൻ്റേതായിട്ട് ദൈവം അങ്ങ് കണക്കാക്കിക്കോളും, അതുകൊണ്ട് നീ ഇനി പാപത്തിൽ ജീവിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. കാരണം ഓൾറെഡി യേശുവിന് പിതാവിൻ്റെ അടുത്ത് ചെല്ലാമല്ലോ. ചെല്ലുമ്പം നിനക്ക് പകരം യേശു അങ്ങ് നിന്നോളും, നീ അങ്ങോട്ട് പോവുകയൊന്നും വേണ്ടെന്ന്. അങ്ങനെയൊന്നും അല്ല വേദോസം പഠിപ്പിക്കുന്നത്. അവിടെ പറയുന്നത് നിങ്ങളെ തന്നെ വെടിപ്പാക്കി എന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് ചിലത് ചെയ്യാനുണ്ട്, എനിക്കൊന്നും ചെയ്യാനില്ലെന്നുള്ളതല്ല. പിതൃപുത്ര ബന്ധം നഷ്ടപ്പെടുത്തരുത്. ഭയപ്പെടുവിൻ, ജഡത്തിലെ ആത്മാവിലെയും സകല കന്മഷവും നീക്കിക്കളക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കയറിയിരിക്കാനുള്ളതാണ് എൻ്റെ ശരീരം. അവിടെ ഞാൻ അശുദ്ധി കൊണ്ടുവരികയില്ല. ഞാൻ വിശുദ്ധിയിൽ എന്നെ തന്നെ സൂക്ഷിക്കണം. അശുദ്ധൻ പുറത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നീ എന്തോ പാപം ചെയ്താലും കുഴപ്പമില്ല, യേശു നിനക്ക് പകരക്കാരനാണ്, അതുകൊണ്ട് യേശു പോയി അവിടെ നിന്നോളും നിനക്ക് പകരം എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. യേശു എൻ്റെ പകരക്കാരനാണ്. എവിടെയാണെന്നറിയാമോ? ക്രൂശിൽ എൻ്റെ പകരക്കാരനായിരുന്നു. എനിക്ക് പകരമായിട്ടാണ് അവൻ മരിച്ചത്. ഇവിടെ ഞാൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ യേശുവിൻ്റെ പകരക്കാരനാണ്. യേശു ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കണം. യേശുവിൻ്റെ പകരക്കാരനാണ്. യേശു എൻ്റെ പകരക്കാരനായിരുന്നു. എവിടെ? ക്രൂശിൽ. അവൻ ദൈവസന്നിധിയിൽ എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളൊക്കെ വെച്ച് നോക്കി എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് യേശു എനിക്ക് പകരം എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് എന്നെ വിശുദ്ധനാക്കി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോവുക. പക്ഷെ ഇനി ഞാൻ യേശുവിൻ്റെ പകരക്കാരനായി യേശു ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കണം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ യേശുവിൽ ജീവിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം ശരിയാണ്, നമ്മുടെ പാപത്തിൻ്റെ കണക്കൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക്. പക്ഷേ ഇപ്പോൾ യേശു എന്നിൽ ജീവിക്കുകയാണ്. ഈ ജീവിതത്തിൽ അശുദ്ധന് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതിനെ ഇപ്പം യെശയ്യാവിൻ്റെ പ്രവചനം 35-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴിയെന്ന് പേരാകും, ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകയില്ല. എല്ലാവരും അങ്ങ് പൊക്കോളുമെന്നുള്ള ഒരു ചിന്ത ശരിയായ ചിന്തയല്ല. ഒരു അശുദ്ധനും അതിലെ നടന്നു പോകയില്ല. ഇതെല്ലാവർക്കും അങ്ങ് പോകാനുള്ളതല്ല. അശുദ്ധന് പോകാൻ, എൻ്റെ അശുദ്ധിയെ മാറ്റി വെച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എഫേസ്യർ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗം, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ.
കർത്താവിൻ്റെ ഇഷ്ടം ഗ്രഹിക്കാത്തത് ബുദ്ധിഹീനതയാണ്. കാരണം കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാത്തവൻ അങ്ങോട്ട് പോകത്തില്ല. കർത്താവിൻ്റെ ഇഷ്ടം ഗ്രഹിക്കാതിരുന്നാൽ അതിന് കോൺസിക്വൻസ് ഉണ്ട്. കോൺസിക്വൻസ് അറിയാതെ ഓരോന്ന് ചെയ്യുന്നതാണ് ബുദ്ധിഹീനത എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ പ്രശ്നം. എന്താണ് കോൺസിക്വൻസ്? ഒരശുദ്ധനും അതിൽ കടക്കുകയില്ല. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടത്തെ ഗ്രഹിക്കാത്തത്, അവഗണിക്കുന്നത് ഒരു ബുദ്ധിഹീനതയായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഇന്നത്തെ ഒരു പ്രശ്നം എന്നറിയാമോ? ചിലര് അവിടെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ആത്മീയ ലോകത്തിൽ ഉറങ്ങുന്നവരുമുണ്ട്, മരിച്ചവരുമുണ്ട്. കുറേ പേരൊക്കെ ഉറക്കമാ, കുറേ പേര് മരിച്ചതുമാണ്. അങ്ങനെ മരിച്ചവരുമുണ്ട്. പക്ഷേ ചിലരൊക്കെ ജീവിക്കുന്നത് ഈ മരിച്ചവരുടെ കൂട്ടത്തിൽ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ മരിച്ചവൻ്റെ കൂട്ടത്തിലാണ് കിടക്കുന്നവനെന്ന് എന്താ ഞാൻ അറിയാത്തത്? എന്നറിയാമോ? ഞാൻ ഉറക്കമാ. അതുകൊണ്ട് മരിച്ചവൻ്റെ കൂട്ടത്തിലാണ് കിടക്കുന്നതെന്നുള്ളത് പോലും നമ്മൾ അറിയുന്നില്ല. ഉറങ്ങുന്നവൻ, ആത്മീയ ഉറക്കം. അതായത് നമ്മൾ അലേർട്ടല്ല. കിടക്കുന്നത് ഇവിടെ ആത്മീയമായി മരിച്ചവരുടെ ഇടയിൽ. ഇന്നത്തെ എസ്റ്റാബ്ലിഷ്ഡ് സഭകളുടെ ഒക്കെ കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ പലപ്പോഴും അവിടെ മരിച്ചവരുടെ ഒരു കൂട്ടത്തെ നമ്മൾ കാണുന്നതാണ് നമ്മൾ കാണുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ മൊത്തം അവിടെ നമ്മൾ വായിക്കുമ്പോൾ, സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവ് 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ജീവനുള്ളവൻ എന്ന് പേരുണ്ട്, പക്ഷെ നീ മരിച്ചവനാ. ഇന്നത്തെ എസ്റ്റാബ്ലിഷ്ഡ് സഭകൾക്ക് പറ്റിയിരിക്കുന്ന ഒരു വലിയ പ്രശ്നം, ജീവനുള്ളവനെന്ന് അവരും ചിന്തിക്കുന്ന ജീവനുണ്ടെന്നാ. ജീവനുള്ളവനെന്ന് പേരുണ്ട്, പക്ഷേ മരിച്ചവനാണ്. ഇന്നത്തെ എസ്റ്റാബ്ലിഷ്ഡ് സഭകൾക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, പക്ഷേ തലയെ മുറുകെ പിടിക്കുന്നില്ല. ചർച്ചിന് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, പക്ഷേ തലയായ ക്രിസ്തു ഇല്ല. എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, പക്ഷേ ശുശ്രൂഷിക്കുന്നവരായ സെർവൻസ് ഇല്ല. ദൈവത്തെ സേവിക്കുന്നവരില്ല, മനുഷ്യരെ സെർവ് ചെയ്യുന്നവരില്ല. എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, പക്ഷേ ഹോളി സ്പിരിറ്റ് ഇല്ല. പിന്നെ കുറച്ചുകൂടെ പറഞ്ഞാൽ എക്സ്റ്റസിയും ഉണ്ട്. ഓ വലിയ ഉണർവ്, എന്തോ ഉണർവാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൈയൊക്കെ കുലുക്കി, കൈയൊക്കെ അട്ടിച്ച് പൊട്ടിച്ച് ഭയങ്കര എക്സ്റ്റസി ഉണ്ട്, പക്ഷേ ലൈഫില്ല. കാര്യം എന്നറിയാമോ? ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും മരിച്ചു കിടക്കുകയാണ്. അവർക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ കാണും, പക്ഷേ ടെസ്റ്റിമണി ഇല്ല, ജനങ്ങളുടെ മധ്യത്തിൽ സാക്ഷ്യമില്ല. ഇന്നിപ്പം വിശ്വാസി എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ചോദിക്കും, അവനും വിശ്വാസിയല്ലയോ? ഇല്ലേ? ടെസ്റ്റിമണി ഇല്ല. ജീവനുള്ളവനെന്ന് പേരുണ്ട്, പക്ഷേ മരിച്ചവർ. നാമം വാഴ്ത്തിയിടുമേ എന്നെന്നും.
അസ്ത്രവും സംഹാരവും പല ബാധയും നിശയിലെ ഭയത്തെയും പകൽ പറക്കും അസ്ത്രവും സംഹാരവും പല ബാധയും നിശയിലെ ഭയത്തെയും പേടിപ്പാനില്ല എന്നെ കാപ്പാൻ ദൈവം തൻ ദൂതരെ കൽപ്പിച്ചാക്കും പേടിപ്പാനില്ല എന്നെ കാപ്പാൻ ദൈവം തൻ ദൂതരെ കൽപ്പിച്ചാക്കും ശ്രീയേശുനാമം പരിശുദ്ധനാമം വാഴ്ത്തിയിടുമേ എന്നെന്നുമേ എൻ ജീവൻ പോവോളം. കഷ്ടതയാം ശോധന